ഹേ ഗായ്സ്, ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉറങ്ങി എഴുന്നേറ്റിനത്രേ. ബാക്കി നമുക്ക് ഫ്രഷ് ആവാം. അങ്ങനെ പല്ലെല്ലാം തെച്ച് ഫ്രഷായിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ട് അപ്പോഴേക്കും അവിടെ അമ്മ ദോശയും കാര്യങ്ങളും എടുത്ത് വെച്ചിന്. എനിക്കാണെങ്കിൽ ദോശ വലിയ ഇഷ്ടമല്ല. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷമല്ലേ വരുന്നത്, പിന്നെ അമ്മ ഉണ്ടാക്കിയില്ലെന്ന് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ച് ഞാൻ പാത്രമെല്ലാം കഴുകി. അതിൻ്റെ ഇടയിൽ അമ്മ വിളിക്കുന്നുണ്ട്, നീ ഡ്രസ്സ് ഇങ്ങോട്ട് കൊണ്ടുത്താന്ന് പറഞ്ഞ് ഷേപ്പാക്കാൻ. അമ്മ അത്യാവശ്യം ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും, നന്നായിട്ട് അടിക്കുന്നല്ല, ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം ടൗണിൽ പോകാൻ. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് വേറെ ഡ്രസ്സില്ലേന്ന്. ഉണ്ട്, എനിക്കൊന്നും ഇഷ്ടപ്പെട്ട പിന്നെ അതന്നെ ഇടണം. അപ്പം ഞാൻ അമ്മയോട് അമ്മ ഒന്ന് ഷേപ്പാക്കി എന്നിട്ട് അമ്മ ഷേപ്പാക്കി തന്നതാണ്. ഇത് എൻ്റെ വീടിൻ്റെ മുറ്റത്തില്ല പൂവാണ് കേട്ടോ. എനിക്ക് ഈ പൂ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് വേറൊരു കളറും കൂടില്ല, ഓറഞ്ച്, നല്ല രസമില്ല ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പം. പിന്നെ ഞങ്ങൾ വേഗം ടൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഒന്നാമത് വെയിൽ, എൻ്റെ ദേവി സഹിക്കാൻ പറ്റില്ല. ഇത് മഴക്കാലമാണോ വേനൽക്കാലമാണോ തോന്നിപ്പോൾ, ഇങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റില്ല, അത്രയും നല്ല വെയിലാണ്. ചൂടാണെങ്കിൽ അതിൻ്റെ അപ്പുറം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ വിളിച്ച് ഓട്ടോ എല്ലാം വന്ന് ഞങ്ങൾ നേരെ ഓട്ടോ കയറിപ്പോയി. ഞങ്ങൾ ഫസ്റ്റ് തേങ്ങ കൊടുക്കാൻ പോകാമെന്ന് വെച്ചു. കാരണം തേങ്ങ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ തേങ്ങയെല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ സാധനമെല്ലാം മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അമ്മേ നമുക്കൊന്ന് മോരുവെള്ളം കുടിച്ചിട്ട് പോകാം. നിനക്കാണെങ്കിൽ ഈ മോരും വെള്ളം ഭയങ്കര ഇഷ്ടമാണ്, എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ മോരുവെള്ളം കുടിച്ച്, ഞാൻ പറഞ്ഞില്ല അമ്മക്ക് വേറെ പോകാനുണ്ട് വേറെ സ്ഥലത്തേക്ക്. അമ്മ പോകേണ്ട സ്ഥലത്ത് തന്നെ ഇപ്പുറത്ത് തന്നെയാണ് ഏച്ചി വർക്ക് ചെയ്യുന്നതും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഏച്ചീൻ്റെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാമെന്ന്. അപ്പം ഞാൻ ഈ ഫോണും ക്യാമറ ഓണാക്കി വരുമ്പോഴേ മൂപ്പർക്ക് മനസ്സിലായിനി. അപ്പോഴാണ് ഇങ്ങനെ മുഖം പൊത്തിയിട്ട് അയ്യോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റതെല്ലാം പറയുന്നുണ്ട്. പിന്നെ അമ്മ പോയ സമയത്ത് ഞാൻ ഏച്ചീൻ്റെ അടുത്ത് കുറച്ച് സമയം ഇരുന്ന് വർത്താനം പറഞ്ഞു. കുറേ ആയി കണ്ടിട്ട്. പിന്നെ ഏച്ചിയുടെ ജോലി ഇപ്പുറത്ത് നടക്കുന്നുണ്ട്, ഞാൻ ഇപ്പുറത്ത് വർത്താനം പറഞ്ഞു. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഒത്തിരി സമയം ഉണ്ടായിട്ട് കേട്ടോ, കുറച്ച് സമയം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും അമ്മ വന്നു കേട്ടോ. പിന്നെ നേരെ സാധനം മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ സാധനം മേടിക്കാൻ വേണ്ടി പോയേ. മഴക്കാലമായിട്ട് ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം ചൂടാണ്. നമുക്ക് ഓരോ പൊക്കി പിടിക്കേ. നമ്മുടെ അടുത്തേക്ക് പോകുന്നത് നേരെ മാവേലിയിലേക്ക് പോയിട്ട് സപ്ലൈക്കോ. രണ്ടും ഒന്നല്ലേ? ആ എന്നിട്ട് നമ്മൾ പ്ലേക്കോ അങ്ങോട്ട് പോകുന്നു. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ ചൂട്. ഒരു വെയില് വീട് തണലായല്ലേ. എനിക്ക് കുട വേണം കിടച്ചോ. സ്റ്റേഷനിലേ പോവാം. അപ്പുറത്തേ പോവാ. അപ്പുറത്തേ പോവാ. എന്നാ അങ്ങനെ അയ്യോ നോക്കട്ടെ വെയിലുണ്ടോ. ഇല്ലല്ലോ, വീട് അത്ര വെയിലില്ല. പറ റോട്ടിലെ കൂടി നല്ല വെയില്, സഹിക്കാൻ പറ്റുന്നില്ല. ഇല്ല കയറണാ താഴെ പോന്നാ വെയിലേ പോ. നമുക്ക് ഇതിലേക്ക് കാണിച്ച് അങ്ങനെ പോയാലേ ഇത് കിടക്കണ്ട. എന്നാ വെയിലേ പോവാ. ഓക്കേ. അങ്ങനെ ഞങ്ങൾ സപ്ലൈക്കോയിലെത്തി. ഞങ്ങൾ ഷോപ്രിക്സിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പുറത്തേക്ക് ഞങ്ങൾ വേറൊരു സാധനം മേടിക്കാൻ വന്നതുകൊണ്ട് വീണ്ടും ഇനി ഷോപ്രിക്സിലേക്ക് പോകാൻ ഭയങ്കര പണിയാണ്. തൊട്ടടുത്ത് ഇതുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കയറുന്നു. ഭാഗ്യത്തിന് ഇവിടെ വലിയ തിരക്കും ഉണ്ടായിട്ടില്ല.
അപ്പം ഇവിടുന്ന് വേഗം സാധനം വാങ്ങിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടോ. അങ്ങനെ സപ്ലൈക്ക് വന്ന സാധനമെല്ലാം മേടിച്ച് നെക്സ്റ്റ് പച്ചക്കറി മേടിക്കാനാണ് പോകേണ്ടത്. ഈ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ എനിക്ക് മടിയായി. ഞാൻ പറഞ്ഞു അമ്മയെ വേഗം മേടിക്കുക, ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു രണ്ടാൾക്കും. ഒന്നാമത് ഈ ചൂടിൻ്റെ വെയിലെല്ലാം കൊണ്ടായിരിക്കാം. പിന്നെ ഞങ്ങൾ വേഗം സാധനം മേടിച്ച് ഓട്ടോ കയറി വീട്ടിലേക്ക് വിട്ടു കേട്ടോ. ഈ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് മീൻ മാർക്കറ്റ്. അപ്പോൾ എന്തായാലും കുറച്ച് മീൻ മേടിക്കണം. അങ്ങനെ അമ്മ വേഗം പോയി, ഞാനും കൂടെ പോയിനെ. മീനെല്ലാം മേടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട്ടിലേക്ക് എത്തുമ്പോഴാണെന്നൊരു ആശ്വാസം, ഞാനൊരു ദീർഘശ്വാസം വിളിച്ചു എൻ്റെ അമ്മോ. പിന്നെ ഞാൻ കുറച്ച് സമയം വീട്ടിൽ വിശ്രമിച്ച്, കാരണം നല്ല ചൂടാണല്ലോ. അങ്ങനെ ഇരുന്നു. ഞാൻ ടൗണിൽ പോയി വന്നതിന് ശേഷം കുറച്ച് വിശ്രമിച്ചിന് കേട്ടോ. പിന്നെ ഞാൻ അതിന് ശേഷം വിചാരിച്ചു ആൻറ്റീൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന്. എനിക്ക് വീട് ഞാൻ ഒറ്റയ്ക്കേ ഇല്ലും, എനിക്ക് ബോറടിക്കുന്നു. അവിടെ ഏട്ടൻ്റെ വൈഫുണ്ട്, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആൻറ്റീൻ്റെ വീട് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. ശൈലാൻറ്റി ഉറങ്ങുന്നേ. ഇതാണ് ശൈലാൻറ്റി. ഓ ഇപ്പൊ തിന്ന് ഞാൻ കൊടുക്കുമ്പോൾ തിന്നാലെന്ത് പ്രശ്നം? ഇവിടെ പാപ്പിന് പോത്തുണ്ട്, അപ്പൊ അതിനാ ആൻറ്റി കഴിക്കാൻ പോയി. ഞാൻ കാണിച്ചു തരാം. ഇതാ കുത്തുവോ? ഞാൻ അങ്ങോട്ടേണ്ടി വരുവോ? എനിക്ക് പേടിയാന്ന്. കാണുന്നില്ലല്ലോ. നേരത്തെ പൂച്ച അങ്ങനത്തെ പോ. അങ്ങനെ ഈവനിങ് ആയപ്പം ഞങ്ങൾ എല്ലാവരും ചായയെല്ലാം കുടിച്ച് ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മോർണിംഗ് ടു ഈവനിങ് വരെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്, ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ, ടേക്ക് കെയർ.